ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വീഡിയോ, നമ്മളാരെങ്കിലും മൊബൈൽ ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്നോ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഒറിജിനൽ എവിടുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് കാഴ്ചയിൽ ഒരു നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഡ്യൂപ്ലിക്കേറ്റുകൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു, മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ വിലപിടിപ്പുള്ള മൊബൈലുകൾ നമ്മൾ 100 റിയാലിനും 200 റിയാലിനും കിട്ടുന്ന മൊബൈലുകൾ നമ്മൾ 1000 1500 കൊടുത്ത് വാങ്ങേണ്ട ഗതിയാണ് ഇപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക, എങ്ങനെയാണ് നല്ലതാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയുക എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടിപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും തീർച്ചയാണ്. അപ്പോൾ ആദ്യമായി നിങ്ങൾ വാങ്ങാൻ പോകുന്ന മൊബൈലിന്റെ ബാക്ക് കവർ ഒന്ന് ഊരിയതിനു ശേഷം അതിന്റെ ബാറ്ററി റീപ്ലേസ് ഒന്ന് മാറ്റുക. അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന സ്റ്റിക്കറിൽ കാണാം അതിന്റെ IMEI നമ്പർ. അത് നിങ്ങളൊരു പേപ്പറിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിന്റെ കോൾ ബട്ടൺ എടുത്ത് അതിൽ *#41# എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതാണ് നിങ്ങൾ സെറ്റിന്റെ മോഡൽ എന്ന് അവിടെ എഴുതിയ പോലെ കറക്റ്റ് ആയിട്ട് ഇവിടെ കാണാം. അതിനുശേഷം നിങ്ങൾ IMEI നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ എഴുതി വെച്ച അതേ നമ്പർ തന്നെയാണോ ഇതിലുള്ളതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിന് അടിക്കേണ്ടത് *#06# ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതിന്റെ ഫോണിന്റെ IMEI നമ്പറാണ്. അതുപോലെ ആ ഫോണിന്റെ IMEI നമ്പറും നിങ്ങൾക്ക് ഇതുപോലെ കാണാവുന്നതാണ്. അതും നിങ്ങൾ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്ന IMEI നമ്പറും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചതോ ഒന്നുമല്ല നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. അതുപോലെ ഹൈഡ് ചെയ്യപ്പെട്ട ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അതിന്റെ ഫോണിന്റെ അതിനുശേഷം നിങ്ങൾ അടിക്കേണ്ടത് അതിന്റെ ടച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ അങ്ങനെയുള്ള ഓരോരോ ഹൈഡ് ചെയ്യപ്പെട്ട ഓരോ ഫംഗ്ഷനുകളാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അതിനുവേണ്ടി നിങ്ങൾ *#0* അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ കളറുകളെല്ലാം കറക്റ്റ് ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആദ്യം റെഡ് എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ പ്യുവർ റെഡ് ആണ്, എവിടെയും വേറെ ഒരു ബ്ലാക്ക് ആവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതിന്റെ ഈ റെഡ് കളർ ഇതിൽ കണ്ടീഷനാണ്. ശേഷം ഗ്രീനിൽ ഒന്ന് അമർത്തുക. ഗ്രീനും ഓക്കെയാണ്. ബ്ലൂ ഒന്ന് അമർത്തി നോക്കുക. ബ്ലൂവും ഓക്കെയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലാക്ക് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വരും. ബ്ലൂ ഓക്കെയാണ്. അതുപോലെ നിങ്ങളുടെ ഫോൺ റിസീവർ ഓക്കെ ആണോ നോക്കാം. അതുപോലെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാവുന്നതാണ്, അതുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ഫോണിന്റെ വൈബ്രേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. വൈബ്രേഷൻ ഓക്കെ ആണോ എന്ന് നോക്കാം. ഓക്കെയാണ്. ഇനി ഫോണിന്റെ ഡിമ്മിങ് ഓക്കെ ആണോ എന്ന് നോക്കാം. ഓക്കെയാണ്. അതുപോലെ ഫോൺ ക്യാമറ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെയാണ്. ക്യാമറ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഫോണിന്റെ സെൻസർ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ സെൻസറും, ലൈറ്റ് സെൻസർ, അങ്ങനെ എല്ലാ സെൻസറുകളും ഇതിൽ വർക്കാവാണ്. ഇത് ഫോണിന്റെ മാറ്റത്തിനനുസരിച്ച് ചേഞ്ച് ആവുന്നതാണ്. കണ്ടില്ലേ, താഴെ കാണുന്നത് സെൻസർ അതുപോലെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ
ആ ഫോൺ ഒരിക്കൽ നിങ്ങൾ വാങ്ങാൻ പോയത് അത് കംപ്ലൈന്റ് ആണ്. അതുപോലെ ടച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കാണാം പാസ്, ടച്ച് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ ഒന്നുകൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ടച്ച് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതെവിടെയെങ്കിലും ഡോട്ടായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടച്ച് കംപ്ലൈന്റ് ആണ്. പിന്നെ ആ ഫോൺ വാങ്ങാൻ നിൽക്കരുത്. അതുപോലെ സ്ലീപ്പ് ടൈം ആണ്, ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം ഇത് ഫോൺ ഓഫ് ആകും. അതുകൊണ്ട് ഇനി സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ആണ്. ഇതിന്റെ ഫോണിന്റെ സ്പീക്കർ വർക്കിംഗ് ആണ് ഇത്. അതുപോലെ സബ് കീ ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്ത് ഓക്കെ ആണ്. ഇനി ഫ്രണ്ട് ക്യാം ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് ക്യാം ഓക്കെ ആണ്. അങ്ങനെ ഇതെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഫോണിന്റെ കണ്ടീഷൻ ഓക്കെ എന്ന് പറയാൻ കഴിയുക. ചിലപ്പോൾ ഇത് ഒന്നും ടച്ച് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും വർക്കിംഗ് കംപ്ലൈന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോൺ നിങ്ങൾ ഒരിക്കലും വാങ്ങാൻ പോകരുത്. അതുപോലെ തന്നെ ഫോണിന്റെ നെറ്റ്വർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്നും അതിന് സിം മാറ്റിയതിനു ശേഷം 112 കോൾ ചെയ്യുക. 112 കോൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന റിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോൺ കണ്ടീഷനാണ്, നെറ്റ്വർക്ക് കണ്ടീഷനാണ്. കോളിംഗ് ചെയ്താൽ നെറ്റ്വർക്ക് നല്ല ലഭിക്കുന്ന ഫോണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ സൗണ്ടിനും ക്ലാരിറ്റിക്കും അനുസരിച്ചായിരിക്കും ആ ഫോണിന്റെ നെറ്റ്വർക്ക് റേഞ്ച് പിടിക്കുന്ന നെറ്റ്വർക്ക് ഐസിയുടെ കണ്ടീഷൻ. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഈ എല്ലാം വളരെ കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫോൺ വാങ്ങാവുന്നതാണ്. ഫോണിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെയാണ്. അതുപോലെ ഫോണിന്റെ സ്ക്രാച്ചോ കാര്യങ്ങളോ നോക്കുക, അതും ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം. ഫോൺ നല്ല കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ തൽക്കാലം